മത്സരത്തിൽ 102 എന്ന ഗംഭീര വിജയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കളിയിൽ പങ്കെടുക്കാത്ത ഒരാൾ വന്ന് ഞാനും കൂടിയുണ്ട്, ഞാൻ നേതൃത്വം വഹിച്ചോളാം എന്ന തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ പ്രതികരണത്തിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഒരു താല്പര്യത്തിലേക്ക് വരികയാണ്. ഭൂരിപക്ഷം കിട്ടിയാൽ മിനിറ്റുകൾക്കകം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. സംഘടനയുടെ മുന്നോട്ടുള്ള വളർച്ചയിലോ വിജയത്തിലേക്കുള്ള പാതയിലോ വഴിമുടക്കികളായി നിൽക്കുന്നത് നമുക്ക് ആർക്കും ഗുണകരമാവില്ല, അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അത് എല്ലാവരും സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നേ പറ്റൂ എന്നുള്ള കാര്യം സംശയം. ഞാനടക്കമുള്ള സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും പാർട്ടിക്ക് ഉണ്ടാക്കാം. അങ്ങനെ കെ സി വേണുഗോപാലിനെ വലിച്ചു കീറി ബഹിരാകാശത്തേക്ക് വിട്ട് സ്മൃതി പരുത്തിക്കാട്. അപ്പം നമുക്കറിയാം, സ്മൃതി പരുത്തിക്കാടും വി ഡി സതീശനുമായിട്ടൊക്കെ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളൊന്നും അല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഭയങ്കര ഒരു സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. വി ഡി സതീശൻ്റെ കാമുകി അല്ലെങ്കിൽ വെപ്പാട്ടി വരെ ആക്കിയ ഒരു കഥ നമ്മളൊക്കെ കണ്ടതാണ് ഈ സ്മൃതി പരുത്തിക്കാട് എന്നൊരു മാധ്യമപ്രവർത്തകയെ. സത്യം പറഞ്ഞാൽ നിലപാടെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് പറയേണ്ടടുത്ത് പറയും. റിപ്പോർട്ടർ ടി വിയിൽ ഇരുന്നിട്ട് അവർ നിലപാട് വ്യക്തമാക്കണമെങ്കിൽ അതിനകത്തൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് സ്മൃതി പരുത്തിക്കാട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ശരിയല്ല, അവർ പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയല്ലേ. ഓന്ത് മാറുന്നത് പോലെയല്ല ഇവിടെ കെ സി വേണുഗോപാൽ നിറം മാറിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. 2 മാസം മുമ്പ് കെ സി വേണുഗോപാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കെ സി വേണുഗോപാൽ പറഞ്ഞ UDF ഭൂരിപക്ഷ വിജയത്തോടു കൂടി വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. UDF അങ്ങനെ ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ടതില്ല, ഞാൻ അതിൽ നിന്ന് മൈനസായി മാറിക്കോളാം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ ഇന്ന് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടുവാണ്. ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് കെ സി വേണുഗോപാലിനെ എന്തോരം ജനങ്ങൾ വെറുത്തുനിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. വെറുത്ത് പണ്ടാരം അടങ്ങിപ്പോയി. ഈ ഒരു വ്യക്തി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളാക്കിയതല്ലേ. അപ്പോൾ എന്തായാലും സ്മൃതി പരുത്തിക്കാട് പറയുന്നത് ഞാൻ ഇവിടെ വെച്ച് തരാം. അതിന് മുമ്പ് ഞാൻ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു പോസ്റ്റ് വായിക്കാം. പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്നും പറയാനില്ല കേട്ടോ. ഈ കാര്യത്തിൽ പക്കയായിട്ടാണ് ഇവർ സംസാരിച്ചേക്കുന്നത്, പറഞ്ഞേക്കുന്നത്. കളി നിയമങ്ങൾ തെറ്റിച്ചുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. കളിയിൽ പങ്കെടുക്കാതെ ഈ മത്സരത്തിൽ എന്നെ മൈനസ് ചെയ്യുമെന്ന് പറഞ്ഞ നേതാവ് ഇപ്പോൾ കരുക്കൾ നീക്കി കസേര പിടിക്കാനുള്ള കൈവിട്ട കളിയാണ് കെ സി വേണുഗോപാലിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. 102 എന്ന കണക്ക് അങ്ങനെ വെറുതെ കിട്ടിയതല്ല. 10 വർഷത്തെ ഏകമുഖ പ്രകടനങ്ങളിൽ മനം മടുത്ത ജനം നൽകിയ കണക്ക്. കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പയ്യന്നൂരും തളിപ്പറമ്പും ഇതുമയിലും കടപുഴക്കിയ ഫലങ്ങൾ. 20-30 വർഷങ്ങളായി പച്ചപിടിക്കാത്ത ഇടങ്ങൾ കൂടെ പോകുന്നത് മാറ്റമെന്ന ഒറ്റ പ്രതീക്ഷയിലാണ് അല്ലേ. വി ഡി സതീശൻ എന്നൊരു വ്യക്തി കാരണമാണ് 102 സീറ്റ് UDF നേടിയെടുക്കാൻ സാധിച്ചത് കേരള ചരിത്രത്തിൽ. ഒറ്റയ്ക്ക് കണ്ട് കോൺഫിഡൻഷ്യലായി MLA-മാരുടെ മനമറിഞ്ഞ നിരീക്ഷകൻ കെ സി എന്ന് മാത്രം രേഖപ്പെടുത്തിയ കടലാസിലെ ഒരു ഭാഗം മാധ്യമ നിരീക്ഷണത്തിന് വിട്ടുകൊടുത്തത് യാദൃച്ഛികമാണ്. അതിൽ താൻ വ്യക്തമായി പറഞ്ഞ പേരെ രേഖപ്പെടുത്താത്തത് എന്തെന്ന് ഉദുമയിലെ നിയുക്ത MLA ആശങ്കപ്പെടുന്നതും നിരീക്ഷകരുടെ നിഷ്പക്ഷത സംശയത്തിലാക്കുന്നില്ലേ. ഇതൊക്കെ കെ സിയുടെ കളിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. മലവെള്ളപ്പാച്ചിൽ പോലെ ജനം തെരുവിലാണ്. വടക്കെന്നോ തെക്കെന്നോ വ്യത്യാസമില്ലാതെ ടീം യു ഡി എഫിനെ നയിച്ച വി ടി സതീശനെ തെരുവിലിറങ്ങിയവരിൽ ചിലർ വി ഡി സതീശനായി തെരുവിലിറങ്ങിയവരിൽ ചിലർ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ട്. ചിലർ മറുമുഖ ചിത്രങ്ങളിൽ കരിയോയിൽ ഒഴിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിൻ്റെ ഫോട്ടോസിനും ഫ്ലെക്സ് ബോർഡിനകത്തൊക്കെ കരിയോയിൽ ഒഴിക്കുന്ന രംഗങ്ങളൊക്കെ